വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരം 10ാം ദിവസവും തുടരുകയാണ്. പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരവേദിയിലെത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരുടെ മഹാസംഗമം നടക്കും. എരിയുന്ന വെയിലിലും ചോരാത്ത ആവേശവുമായാണ് ആശാവർക്കർമാരുടെ സമരം 10 ദിവസം പിന്നിടുന്നത്. ഓണറേറിയം പ്രഖ്യാപിക്കുക, വിരമിക്കൽ പ്രായത്തിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് നടയിലെ അനിശ്ചിതകാല സമരം പുരോഗമിക്കുന്നത്. കോവിഡ് കാലത്തെ ആശമാരുടെ പ്രവർത്തനം ലോകം അംഗീകരിച്ചതാണെന്നും സമരം അനാവശ്യമെന്ന് പറയുന്നതിൽ ന്യായമില്ലെന്നും സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വേദിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ലോകത്തൊരിടത്തും ഈ ആശാവർക്കർമാർ നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ്, റോഡിലൊന്നും ഒരു മനുഷ്യനില്ലാത്ത കാലത്താണ് ഒറ്റയ്ക്ക് പോയി അല്ലെ ഓരോ വീടുകളിലും കയറിയിറങ്ങി. എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്നു. രോഗം ബാധിച്ച് മരിച്ചവരുണ്ട്, ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന അതേ ഓണറേറിയമാണ്. മുഖ്യമന്ത്രിയുമായും ആരോഗ്യ ധനകാര്യമന്ത്രിമാരുമായും വിഷയം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സംസാരിക്കുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം ശക്തമായി തുടരാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഇവിടെ ഉയർത്തിയിരിക്കുന്ന ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുവാൻ പിടിവാശി ഉപേക്ഷിച്ച് ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള മാന്യമായ നിലപാട് ഇവിടുത്തെ ഭരിക്കുന്നവർ എടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ സമരം എത്ര ദിവസം നീണ്ടുപോയാലും അതിന് തയ്യാറായിക്കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും. ഒരാളും തിരിഞ്ഞു പോകില്ല. എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും കള്ളപ്രചരണങ്ങൾ നടത്തിയാലും ഒരാളും പിരിഞ്ഞു പോകില്ല. സമരക്കാർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തുകയും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആശാവർക്കർമാർ സമരപ്പന്തലിലേക്ക് എത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരം ഉടൻ സാധ്യമാക്കേണ്ട സമ്മർദ്ദത്തിലാണ് ആരോഗ്യവകുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ താമര വെള്ളച്ചാലിൽ 60കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. ആദിവാസിയായ പ്രഭാകരൻ ആണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് പ്രഭാകരൻ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. തൃശൂർ താമരവെള്ളച്ചാലിൽ പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 കിലോമീറ്റർ ഉൾവനത്തിൽ കരടിപ്പാറ തോണിക്കലിലാണ് സംഭവം. പാണഞ്ചേരി 14-ാം വാർഡിലെ താമരവെള്ളച്ചാൽ സങ്കേതത്തിലെ മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. പുന്നക്കായ പെറുക്കാൻ വനത്തിൽ പോയതാണ് പ്രഭാകരനും മരുമകൻ സുരേന്ദ്രനും. സുരേന്ദ്രനാണ് ആദ്യം കാട്ടാനക്ക് മുന്നിൽപ്പെട്ടത്. സുരേന്ദ്രൻ ഓടിമാറി. പക്ഷേ പ്രഭാകരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാട്ടാനയുടെ അടിയേറ്റ് വീണ പ്രഭാകരനെ ചവിട്ടി കൊലപ്പെടുത്തി. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന പ്രദേശമാണിത്. താമരവെള്ളച്ചാലിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പീച്ചി ഡാമിന്റെ റിസർവോയറിനോട് ചേർന്ന പ്രദേശം കൂടിയാണിത്. മീൻ പിടിച്ചും വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് താമരവെള്ളച്ചാലിൽ ആദിവാസികളുടെ ഉപജീവനം. സംസ്ഥാനത്ത് 2 മാസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 തൃശൂർ.